ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പിൻ്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പ് എങ്ങനെയാണ് അദാനി ഗ്രൂപ്പ് അവരുടെ ഓഹരി വില ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഊതി വീർപ്പിക്കുന്നതിന് നികുതി വെട്ടിപ്പ് നടത്താൻ സഹായിക്കുന്ന രാജ്യങ്ങളിലുള്ള ഷെൽ കമ്പനികൾ ഉപയോഗിച്ചത്, അതുവഴി എങ്ങനെയാണ് ഫണ്ട് റൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിലുള്ള അവരുടെ കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും അതിൻ്റെ വില ഉയർത്തി കാണിക്കുകയും അതുവഴി അവരുടെ വിപണി മൂല്യം ഉയർത്തുകയും ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അലിഗേഷനാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പിൻ്റെ ആദ്യ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് OCCRPയുടെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വന്നു. ഏതൊക്കെ ഫേമുകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദാനി ഗ്രൂപ്പ് ഇങ്ങനെ ഫണ്ട് റീറൂട്ട് ചെയ്തത് എന്നും അതുവഴി ഓഹരികൾ വാങ്ങിക്കൂട്ടിയത് എന്നുള്ള റിപ്പോർട്ടുകൾ OCCRPയുടേതായിട്ട് പുറത്തേക്ക് വന്നു. ഇത് സംബന്ധിച്ച് ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജികളുണ്ടായി. സുപ്രീം കോടതി അത് പരിഗണിച്ചു. സെബി ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. സെബിയുടെ മുമ്പിൽ 24 ക്വസ്റ്റ്യൻസ് അദാനി ഗ്രൂപ്പിൻ്റെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും അതിൽ ചിലതൊക്കെ അന്വേഷണം പൂർത്തിയായി, ബാക്കി കുറച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സെബി അറിയിച്ചു. അത് തുടരന്വേഷണം വേഗത്തിലാക്കണം എന്നൊക്കെ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് കഴിഞ്ഞത് 2023 ജനുവരിയിൽ തുടങ്ങിയ ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പിൻ്റെ അലിഗേഷൻസ്, അതിനുശേഷമുള്ള OCCRPയുടെ റിപ്പോർട്ട്, ഇതൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ പുതിയ റിപ്പോർട്ടിൽ ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പ് പറയുന്നത് സെബിയുടെ മേധാവിയായിരിക്കുന്ന മാധവി പുരി ബുച്ച് അവർക്ക് അവർ നിക്ഷേപിച്ച ഷെൽ കമ്പനി, അവരും ഒരു ഷെൽ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആ ഷെൽ കമ്പനിയും അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ വാങ്ങുന്നതിന് വേണ്ടി പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ അലിഗേഷൻസിൻ്റെ പാർട്ടാണ് സെബിയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സെബിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കുന്ന മാധവി പുരി ബുച്ചും അവരുടെ ഭർത്താവ് ധവാൽ ബുച്ചും എന്നാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പിൻ്റെ പുതിയ റിപ്പോർട്ട് വരുന്നത്. അതിനോടൊപ്പം മറ്റു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാധവി പുരി ബുച്ചിനുണ്ട് എന്നും ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പ് ആരോപിക്കുന്നു. ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് മാധവി പുരി ബുച്ച് ചെയ്യുന്നത്. വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് എന്നൊക്കെയുള്ള ആക്ഷേപം BJPയും ഉന്നയിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. നമുക്കൊപ്പം ഉള്ളത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളായ രവി നായരാണ്. സ്വാഗതം ഈ ഡിസ്കഷനിലേക്ക്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഇതൊരു ഓർഗനൈസ്ഡ് തട്ടിപ്പാണ് എന്നുള്ള ആക്ഷേപമാണ് ഹിൻഡൻബർഗ് ഉന്നയിക്കുന്നത്. ഏത് വിധത്തിലാണത് ഓർഗനൈസ്ഡ് തട്ടിപ്പായത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് OCCRP പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ സെബിയുടെ ചെയർപേഴ്സണായിരിക്കുന്ന വ്യക്തിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള അലിഗേഷൻസ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു തട്ടിപ്പാണ് നടന്നത് അല്ലെങ്കിൽ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളിപ്പോൾ അദാനിയുടെ ഓഹരി വിപണിയും അല്ലെങ്കിൽ അദാനിയുടെ കമ്പനീസ് നോക്കണമെങ്കിൽ അത് ഭയങ്കര ഓർഗനൈസ്ഡ് ആൻഡ് ഓർക്കസ്ട്രേറ്റഡ് ആണ്. ദാറ്റ് ഈസ് ഓർക്കസ്ട്രേറ്റഡ് ഇൻ എ ഓർഗനൈസ്ഡ് വേ. പക്ഷേ മാധവിയുടെ കാര്യം, സെബിയുടെ കാര്യം പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അത് ശരിയായിട്ടുള്ളൊരു അവലോകനമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. 2015 മാധവിയും ഭർത്താവ് അത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്താ ഉണ്ടായത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഒരുപാട് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ശരിക്കുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ 2015 മാധവി പുരി ബുച്ചും അവരുടെ ഭർത്താവ് ധവൽ ബുച്ചും ഒരു സിംഗപ്പൂരിലായിരുന്നു. ആൻഡ് അവർക്ക് ഇങ്ങനത്തെ ഗവൺമെന്റ് പൊസിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ധവൽ ബുച്ച് വാസ് എ വെരി സീനിയർ എക്സിക്യൂട്ടീവ്. He was the head of procurement, Unilever. പിന്നെ യൂണിലിവറിന്റെ കുറെ സബ്സിഡിയറീസിലെ പുള്ളി ഡയറക്ടറായിരുന്നു. മാധവി ICICIലായിരുന്നു, മാധവി പുരി ബുച്ച്. 2011 റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യുമ്പോൾ ICICI സെക്യൂരിറ്റീസിന്റെ ഹെഡ് ആയിരുന്നു അവർ. So as an investment banker and financial professional, she is brilliant. We have to accept that. 2015 അവർ സിംഗപ്പൂരിലുള്ള സമയത്ത് അവരും ഭർത്താവും കൂടെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഒരു ഫണ്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഫണ്ട് എന്ന് വെച്ചാല് നമ്മുടെ ലാസ്റ്റ് ഇന്റർവ്യൂലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ
ഇത് ബർമുഡ ബേസ്ഡ് ഒരു ഫണ്ട് ഉണ്ട്, ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഗ്ലോബൽ ആയിരുന്നു. അതേ ഗ്രൂപ്പിന്റെ തന്നെ വേറൊരു ഫണ്ട് ഉണ്ട്, ഒരു അംബ്രല്ല ഫണ്ട്, ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. ഈ ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഒരു അംബ്രല്ല ഫണ്ട് ആയതുകൊണ്ട് പൈസ ആദ്യം നേരെ അങ്ങോട്ട് പോകും. അവിടുന്ന് പിന്നെ ഈ അംബ്രല്ല ഫണ്ടിന്റെ കീഴിൽ എപ്പോഴും അംബ്രല്ല ഫണ്ട് എപ്പോഴും എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇത് സെഗ്രിഗേറ്റഡ് അക്കൗണ്ട്സ് ആയിരിക്കും. സെഗ്രിഗേറ്റഡ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടിന്റെ കീഴിൽ കുറെ സെഗ്രിഗേറ്റഡ് അക്കൗണ്ട്സ് ഉണ്ടാവും. അതിന് സെൽ എന്നാ പറയുക, ഓരോ സെല്ല്. അപ്പോൾ മാധവി പുനിബുച്ചന്റെയും അവരുടെ ഭർത്താവിന്റെയും ഇൻവെസ്റ്റ്മെന്റ് അവിടുന്ന് സെൽ 90 വന്നു. GDOF, ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, സെൽ 90. ഈ സെൽ 90 ഒരു ചെറിയ ഫണ്ടാണ്. ഈ ഫണ്ടിന്റെ പേര് IPE പ്ലസ് ഫണ്ട് 1. അതില് അവർ നിക്ഷേപിച്ചു. ആ സമയത്ത് അവർ നിക്ഷേപിച്ചത് $7,96,000. അതൊരു വലിയ എമൗണ്ട് ഒന്നുമല്ല. കാരണം ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപങ്ങൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ അത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അതില് 64 ലക്ഷം രൂപകളാവും. പക്ഷെ അല്ലാണ്ട് അത് വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. കാരണം മാധവിയുടെയും മിസസ് മാധവി പുനിബുച്ചന്റെയും അവരുടെ ഹസ്ബൻഡ് ധവൽ ബുച്ചന്റെയും അന്നത്തെ കമ്പൈൻഡ് ആസ്തി ഓൾമോസ്റ്റ് $1 million. 2015 നമ്മൾ നോക്കുമ്പോൾ അറൌണ്ട് $64-65 അവര് രണ്ടുപേരും നല്ല സീനിയർ പൊസിഷനിൽ ഇരിക്കുന്നവരായിരുന്നു. ഇന്റർനാഷണൽ on that time, Mrs. Butch, Madhavi Butch, was running a consultancy and she was associated with a Chinese bank. So, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ that's fine, but that's perfectly all right. Okay, they were wealthy individuals and അവരുടെ ഏർണിങ്സിന്റെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്തു. 2017 മാർച്ച് 20-21 നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ദാറ്റ് മാധവി പുനിബുച്ച് സെബിയുടെ ഹോൾ ടൈം ഡയറക്ടറായിട്ട് നോമിനേറ്റ് ചെയ്തുകൊണ്ട് 22 ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. മാർച്ച് 22 മിസസ് ബുച്ച്, മാധവി ബുച്ച്, അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിന്ന് ഈ ഫണ്ടിന്, ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ടിന്, അത് മൗറീഷ്യസിലൊരു ഈ ചെറിയ ഫണ്ട് IP പ്ലസ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത് IIFL ആയിരുന്നു. അതായത് ഇന്ത്യ ഇൻഫോ ലൈൻ സർവീസസ്. ഇതൊരു ഫിനാൻഷ്യൽ ബാങ്കാണ്. അപ്പോൾ അഡാനിയുടെ ഒരുപാട് ഡീൽസിൽ ഇവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഇവരുടെ കമ്പനികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇവർ മേജർ പ്ലേയേഴ്സ് ദെൻ. Trident Trust, IIFL ആൻഡ് GDOF, ഇവർക്ക് ഇവരുടെ ഒഫീഷ്യൽസിന് മാധവി അവരുടെ പേഴ്സണൽ ഇമെയിൽ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് മെയിൽ ചെയ്തു, ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് പേര് മാറ്റണം, ഇതെന്റെ ഭർത്താവിന്റെ പേരിൽ മാത്രം അറിയുന്നവരുണ്ട്. പിന്നെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് പോയിക്കൊണ്ടിരുന്നത്. 24 ഇവർ വീണ്ടും മെയിൽ ചെയ്തു IIFL-നും ട്രൈഡന്റിനും. ഇത് സ്പീഡപ്പ് ചെയ്യണം, 30-ാം തീയതിക്ക് മുമ്പ് ഇത് എന്തായാലും ഈ പേര് ചേഞ്ച് ആയിരിക്കണം. അപ്പോൾ ഓരോ പ്രോസസ്സ് പറഞ്ഞു. അപ്പോൾ അവര് കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞു വി ആർ ഇനീഷ്യേറ്റഡ് ഇറ്റ്, സോ വാട്ട് എവർ ദ ടൈം ഇറ്റ് ടേക്സ്. മാർച്ച് 27 മാർച്ച് 27 ഈ ജോയിന്റ് അക്കൗണ്ട് മാറിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ധവലിന്റെ പേരിൽ മാത്രം. 1-ാം തീയതി സെബിയിലെ മാധവി ഒഫീഷ്യലി ജോയിൻ സെബി, ഹോൾ ടൈം മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. അതുവരെല്ലാം ഫൈൻ. There is no conflict of interest. Everything is perfectly all right. Now, 2018 ഫെബ്രുവരിയിൽ 25 ഫെബ്രുവരി 2018 സെബിയുടെ ഹോൾ ടൈം മെമ്പർ ആയിരിക്കെ അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിന്ന് she sent a mail to the same officials, GDOF, Global Dynamic Opportunities Fund, Trident Trust and IIFL officials, saying that Double would like to redeem the investment. Redeem എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ തിരിച്ചെടുക്കുക. ബാങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യില്ലേ, അതുപോലെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ തിരിച്ചെടുക്കുന്നത് ആ വിഡ്രോവൽ ഈസ് കോൾഡ് റിഡംഷൻ. സോ അത് റിഡീം ചെയ്തു. റിഡീം ചെയ്യണമെന്നുകൊണ്ട് അയച്ചു.
ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് കാണിക്കുന്നത് ധവൽ സൈൻ ചെയ്ത് റിഡംഷൻ ഡോക്യുമെന്റ് സൈൻ ചെയ്തിട്ട് ധവൽ ഫെബ്രുവരി 19 അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എന്തുണ്ടായെന്ന് നമുക്കറിയില്ല. 25 മാധവിയുടെ മെയിൽ പോയി. കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ആദ്യം കൊടുത്ത ബാങ്ക് അക്കൗണ്ട് തന്നെയാണോ അത് കൺഫേം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മുതൽ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് തുടങ്ങി. കാരണം സെബിയുടെ ഒഫീഷ്യൽ പൊസിഷനിലിരുന്നുകൊണ്ട് മാധവി ഹസ്ബൻഡിന്റെ പേരിലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഇമെയിൽ അയക്കുന്ന ഓഫ് ഷോർ ഫണ്ടിലേക്ക്, അത് ഒപ്പേക്ക് ആയിട്ടുള്ള ലേഡ് സ്ട്രക്ചർ ഓഫ് ഷോർ ഫണ്ടിന്റെ ഫങ്ഷണറീസിന് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് മെയിൽ ചെയ്തു. അത് ഒന്നാമത്തെ അവിടുന്ന് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് തുടങ്ങി. ഇനിയിപ്പോ അടുത്തത് ഈ ഇത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ആയിരുന്നത് അനിൽ അഹൂജ. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഇന്നലെ അവരുടെ ക്ലാരിഫിക്കേഷനിൽ പറഞ്ഞു അനിൽ അഹൂജ ധവലിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു IIT അവർ പഴയ ഫ്രണ്ട്സ് ആണ്. അപ്പോ എക്സ്പീരിയൻസ്ഡ് ബാങ്കർ, സിറ്റി ബാങ്കർ, ലോങ് ഹിസ്റ്ററി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. സോ അപ്പൊ അതോടെ അവർ പറഞ്ഞതാണ് ചെയ്തത്. Now the issue is, ആ സമയത്ത് അനിൽ അഹൂജ വാസ് എ ഡയറക്ടർ ഓഫ് അഡാനി എന്റർപ്രൈസസ് ലിമിറ്റഡ്, ദ ഫ്ലാഗ്ഷിപ്പ് കമ്പനി ഓഫ് ദ അഡാനി ഗ്രൂപ്പ്. ഓക്കെ, 2020 ജൂലൈയിൽ അന്നത്തെ കേന്ദ്ര സഹമന്ത്രി, മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഫോർ സ്റ്റേറ്റ് സുഭാഷ് ബാംറെ ലോക്സഭയിലെ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു മഹുവാമാർക്ക്, TMC MP മഹുവാമാർക്ക്, അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ അവരുടെ ഷെൽ കമ്പനീസും അവരുടെ വിദേശ നിക്ഷേപങ്ങളും മണി ലോണ്ടറിങ്, റൗണ്ട് ട്രിപ്പിംഗ്, ഇവിടുന്ന് പൈസ പുറത്തേക്ക് കൊണ്ടുപോകുക, അവിടുന്ന് ഓഫ്ഷോർ കമ്പനീസും ഫണ്ട്സും വഴി തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരിക, എന്നിട്ട് അദാനിയുടെ കമ്പനികൾ തന്നെ അതിനെ നിക്ഷേപിച്ചിട്ട് ഓഹരി മൂല്യം മാനിപ്പുലേറ്റ് ചെയ്യുക. അപ്പൊ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും മാധവി സെബിയുടെ ഹോൾഡർ മെമ്പർ ആയിരുന്നു. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഷീ വാസ് ഹെഡിങ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അപ്പോൾ 2022 ഇവര് സെബിയുടെ ചെയർപേഴ്സൺ ആയി കഴിഞ്ഞപ്പോൾ അഗെയിൻ ദിസ് ഇൻവെസ്റ്റിഗേഷൻ ഓൾമോസ്റ്റ് 4 years now. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. Now the problem is Adani use the same structures ആണ്. Bermuda-based GDOF and GOF, Global Opportunities Fund and Global Dynamic Opportunities Fund. Adani using the same structure, അങ്ങനെ അവിടുന്ന് പിന്നെ മൗറീഷ്യസിലെ സെഗ്രിഗേറ്റഡ് ഫണ്ടിലേക്ക് വരും, സെൽഫ് അക്കൗണ്ട്സിലേക്ക് വരും പൈസ. സോറി, അവിടുന്ന് അത് ഇന്ത്യൻ കമ്പനീസിലേക്ക് വരും. അപ്പൊ ഈ പെർട്ടിക്കുലർ ഫണ്ട് IB+90 ഫണ്ട്, ഈ ഫണ്ടിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ വിനോദ രാജീവ്. തുടക്കം മുതൽ ഈ ഫണ്ട് തുടങ്ങിയത് 2013 തുടക്കം മുതൽ ഈ ഫണ്ടിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഇത് 2019 സ്റ്റാർട്ടിംഗ് വരെ ഓപ്പറേറ്റ് ചെയ്തത്. ഇതിന്റെ തുടക്കം മുതലുള്ള ഇതിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ വിനോദ രാജീവ്. Now the question arises that SEBI is investigating this opaque structure and related parties who is accused of helping Adani in share price manipulation and manipulating the Indian share market, including the money laundering. The most interesting factor is ഇതിലെ almost എല്ലാവരെയും include ആയിട്ടുള്ള എല്ലാവരെയും സീനിയേഴ്സിനെ മാധവി പുരി കുറിച്ചിട്ട് നേരിട്ട് അറിയാം. Because she was communicating with them directly, including Anil Ahuja, and that previous relationship. അപ്പോ ഇത് നമ്മൾ ഈ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ അഡാനി ഗ്രൂപ്പിന്റെ ഷെയർ പ്രൈസ് മാനിപ്പുലേഷനും മണി ലോണ്ടറിങ്ങും
ഇങ്ങനത്തെ ഒബേക്ക് ട്രാൻസാക്ഷൻസിനും ഡീറ്റെയിൽസ് അറിയാനുള്ള സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ എത്രത്തോളം സത്യസന്ധമായിരിക്കും, നിഷ്പക്ഷമായിരിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് ഹിൻഡൻബർഗ്. അപ്പൊ ഇത് ഹിൻഡൻബർഗ് ഈ ക്വസ്റ്റ്യൻസ് ആദ്യം റേസ് ചെയ്തപ്പോ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് പകരം ഹിൻഡൻബർഗിന് ഷോക്ക് കോസ്റ്റ് നോട്ടീസ് അയച്ചു സെബി. സോ ദാറ്റ് ബിക്കം എസ്കലേറ്റഡ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഒരു ഭാഗമാണ്. റൈറ്റ്. ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ ചോദിച്ചാൽ, ഈ മാധവിപുരി ബുച്ചിൻ്റെയോ അല്ലെങ്കിൽ ധവൽ ബുച്ചിൻ്റെയോ ആ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർ പ്രൈസ് എസ്കലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു എന്നുള്ളൊരു അലിഗേഷൻ അല്ല സത്യത്തിൽ. അതായത് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ അദാനി ഗ്രൂപ്പ് അവരുടെ ഫണ്ട് റീറൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഓഹരി വില ബലൂൺ ചെയ്യാൻ അല്ലെങ്കിൽ ഊതി വീർപ്പിക്കാൻ ഉപയോഗിച്ചത്, അതേ സെയിം ഫണ്ടിൽ ഇവരുടെ നിക്ഷേപവും ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ ഉണ്ട്. അംബ്രല ഫണ്ടിൽ ഇവരുടെ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. റൈറ്റ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ അവരുടെ എക്സ്പ്ലനേഷനിൽ ഇപ്പോൾ IPE ഫണ്ട് വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞങ്ങൾ അതായത് ഈ മാധവിപുരി ബുച്ചിൻ്റെയോ ധവാൽ ബുച്ചിൻ്റെയോ പണം അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസ് വാങ്ങാനായി ഉപയോഗിച്ചിട്ടില്ല എന്ന എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഫാക്റ്റായിരിക്കെ തന്നെ ഈ റിലേഷൻസ്, അതായത് ഒരേ അംബ്രല ഫണ്ടിൽ ഈ ഇവരുടെ നിക്ഷേപങ്ങൾ ആ ഫണ്ട്സിന്റെ സ്ട്രക്ചർ സെയിം ആയിരുന്നു. ഇവർ രണ്ടുപേരും യൂസ് ചെയ്ത ഫണ്ട്സിന്റെ സ്ട്രക്ചർ സെയിം ആയിരുന്നു. അതിന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ്, ഫണ്ട് മാനേജേഴ്സ്, പ്രൊമോട്ടേഴ്സ് ബിഹൈൻഡ് ദാറ്റ്, ഓൾ ദി സീനിയേഴ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മൗറീഷ്യസിൽ ഈ ഒബേക്സ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ അദാനിയെ സഹായിച്ച എല്ലാ ആൾക്കാരെയും, എല്ലാന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് എല്ലാം, കാരണം അവരുടെ മെയിൽ റേസിംഗിലാണ് വരുന്നത്. ഷീ ന്യൂ ദം പേഴ്സണലി, ഷീ ഓർ ഹർ ഹസ്ബൻഡ്, ദേ ന്യൂ ദം പേഴ്സണലി. അപ്പോൾ അവർക്കെതിരെ എത്ര നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണം മാധവി നടത്തും എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത് നേരത്തെ പറയുന്നു അദാനിക്ക് ക്ലീൻ ചിറ്റ്, എസ്പെഷ്യലി the right wing IT cell and the Adani group is spending a lot of money on PR regulations to paint, to whitewash their misdeeds. അപ്പോൾ അതുപോലെ ഇതിൽ പറയുന്ന ഒരു ഡയറക്ടർ സുപ്രീം കോടതി അദാനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു, സെമി ക്ലീൻ ചിറ്റ് കൊടുത്തു. അത് രണ്ടും സുഖമാണ് ടു ദ കോർ, ഭയങ്കരമായിട്ടുള്ള വലിയതാണ് അത്. കാരണം സുപ്രീം കോടതി പറഞ്ഞ ഒന്നാമത് സുപ്രീം കോടതി സെബിയോട് അന്വേഷിക്കാനാവും. സുപ്രീം കോടതി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഡിനൈ ചെയ്തു. മോസ്റ്റ് പ്രോബ്ലി ദ റീസൺ ഈസ് സെബി ഈസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ, അല്ലേ? അപ്പോൾ സെബി അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതി ഒരു SIT നിയോഗിച്ചു കഴിഞ്ഞാൽ അത് സെബിയുടെ വിശ്വാസ്യത നഷ്ടമാകും. അപ്പോൾ ഒരുപാട് മാർക്കറ്റ് ക്രാഷാവും. ഒബ്വിയസ്ലി മാർക്കറ്റ് ക്രാഷാവും. ഒരുപാട് ആൾക്കാരുടെ നിക്ഷേപം പൈസ പോവും, സേവിങ്സ് പോവും. പിന്നെ ഇന്റർനാഷണലി ഇതൊരു വലിയ എംബാരസ്മെന്റ് ആയിരിക്കും. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എംബാരസ്മെന്റ് ആയിരിക്കും. അപ്പോൾ whatever Supreme Court ordered, they actually, the Supreme Court, the judges in Supreme Court actually shown blind faith in SEBI. അതാണ് ആക്ച്വലി ഉണ്ടായത്. അപ്പോൾ സെബി അന്ന് കൊടുത്ത അഫിഡവിറ്റിൽ, സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 24 അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, 22 കംപ്ലീറ്റ് ആയിരുന്നു ലാസ്റ്റ്. അപ്പൊ ഈ മാർച്ചിൽ ഒരെണ്ണം കൂടെ കംപ്ലീറ്റ് ആയി. സെബിയുടെ ഇന്നലത്തെ ഇതിൽ പറയുന്നുണ്ട്, ഇന്നലത്തെ അവരുടെ ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്, ഒരെണ്ണം കൂടെ ക്ലിയർ ആയി. അപ്പോൾ ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ നമുക്ക് സുപ്രീം കോർട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി അതിന്റെ പോയിന്റ്സ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ റിപ്പോർട്ടിൽ അവരെന്താണ് പറഞ്ഞത്, സെബിന്റെ ബോൾ. കാരണം പുറത്തുനിന്നുള്ള ജൂറിസ്ഡിക്ഷൻ എന്നുള്ള ഇൻഫർമേഷൻ സെബിക്ക് കിട്ടുന്നില്ല. റൈറ്റ്. അപ്പോൾ സെബി പോയി കംപ്ലൈന്റ് ചെയ്തു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ്, CBDT, ആൻഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ 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 2 ദിവ
അപ്പൊ ഈ രണ്ട് ഏജൻസീസ് ഹെൽപ്പ് ചെയ്യുന്നതിന് പറഞ്ഞു, നിങ്ങൾ സെബിയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് ആക്ഷനബിൾ ആയിട്ടുള്ള ഇന്റലിജൻസ് എന്തെങ്കിലും എന്താ, അങ്ങനത്തെ ഇന്റലിജൻസ് കിട്ടാറാണ് സെബി അങ്ങോട്ട് പോയത്. അപ്പൊ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റി പറഞ്ഞു ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ, കോഴിയാണോ ആദ്യം ഉണ്ടായ മുട്ടാണോ ആദ്യം ഉണ്ടായ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അതുപോലെ. സോ അപ്പൊ അതിന് ഉത്തരം പറയാൻ പറ്റില്ല, അതിന് എവിടെ എത്തില്ല, അങ്ങനെ ഇരിക്കും. അതായത് സെബി ഷോപ്പ് നോട്ടീസസ് അയച്ചിട്ടുണ്ട്. സെബിയുടെ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ട്സ് അവർ പുറത്തു വിടില്ല, അവർ ഷോപ്പ് നോട്ടീസ് അയക്കും. അപ്പോൾ അഡാനിന്റെ 7 നിശ്ചിത കമ്പനീസിന് സെബി ഷോപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സെബി പറഞ്ഞില്ല അഡാനിന്റെ ലാസ്റ്റ് ക്വാർട്ടർലി ഫയലിംഗ്സിൽ, മാർച്ചിന്റെ ജൂൺ 30 ക്വാർട്ടർലി ഫയലിംഗ്സിൽ സെബിക്കുള്ള BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള അവരുടെ ഫയലിംഗ്സിൽ അവർ പറഞ്ഞിട്ടുണ്ട് 6 കമ്പനികൾക്ക് 6 കമ്പനികൾക്ക് അവരുടെ സെബിയുടെ ഷോപ്പ് നോട്ടീസ് പോയിട്ടുണ്ട്. അവർ പറഞ്ഞത് അത് വലിയൊരു കാര്യമൊന്നുമല്ല. സോ അതുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ അവരുടെ പ്രൈസിന് വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് അഡാനി ഗ്രൂപ്പിനെതിരെ ഞങ്ങളുടെ ഒരു കംപ്ലൈന്റ് വരുന്നതും സെബിയുടെ ഇൻവെസ്റ്റിഗേഷനാണെന്ന് ആദ്യമായിട്ടൊന്നുമല്ല. 2007 അന്ന് വിനോദ് ഇന്ത്യൻ സിറ്റിസനാണ്. സോ വിനോദ് അഡാനിയും അഡാനി ബ്രദേഴ്സിലെ പ്രൊമോട്ടർ ഗ്രൂപ്പിലെ അഡാനി ബ്രദേഴ്സിനെ സെബി 3 വർഷത്തേക്ക് ബാൻ ചെയ്തു. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നത്. അന്നും അഡാനി എന്റർപ്രൈസസ് ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ അതിനെതിരെ ഒരു അപ്പീലിന് പോയി, എന്നിട്ട് അത് സെറ്റിൽ ചെയ്തു. അവസാനം അവരൊരു 30 ലക്ഷം രൂപ എന്തോ 30-36 ലക്ഷം രൂപ വരെ ഫൈൻ അടച്ചിട്ട് ഊരി പോകുന്നു. സോ ഈ ഷെയർ മാർക്കറ്റ് ആൻഡ് ഷെയർ പ്രൈസ് മാനിപ്പുലേഷൻ ഓഫ് അഡാനി ഗ്രൂപ്പ് ഇസ് നത്തിങ് ന്യൂ, റൈറ്റ്? അപ്പൊ ഇപ്പോഴും ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകണമെന്നൊന്നും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ശരി പറയും, ഇപ്പോൾ രാഷ്ട്രീയ ഒരുപാട് കൂടുതലായതുകൊണ്ട് അവർ പറയുമ്പോൾ 75 ലക്ഷമോ 1 കോടിയോ എന്തെങ്കിലും ഫൈൻ ഇടും ഓരോ കമ്പനിക്ക്. അഡാനി അത് അടച്ചിട്ട് കൂളായിട്ട് ഊരി പോകും, എന്നിട്ട് പിന്നെയും തന്നെ ചെയ്യും. നമ്മളിവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇപ്പോൾ വരുന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥ അലിഗേഷൻ എന്ന് പറയുന്നത് ഈ മാധവിപുരി ബുച്ചിന് നേരത്തെ മുതൽ തന്നെ ഈ പറയുന്ന ആളുകളുമായിട്ട് വ്യക്തിപരമായ അടുപ്പമുണ്ട്, അല്ലെങ്കിൽ സൗഹൃദങ്ങളുണ്ട്. അവർ ഈ പറയുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കൺട്രോൾ ബോർഡിൻ്റെ അല്ലെങ്കിൽ സെബിയുടെ ഹോൾ ടൈം മെമ്പർ ആയതിനു ശേഷം, ഇതിൻ്റെ അന്വേഷണ ചുമതലയിൽ വന്നതിന് ശേഷം ഈ അന്വേഷണം ഡെലിബറേറ്റ്ലി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നിലയിലേക്കാണോ നമ്മൾ എത്തേണ്ടത്? അവർ ഡെലിബറേറ്റ്ലി കോംപ്രമൈസ് ചെയ്തെന്ന് പറയാൻ നമ്മുടെ അടുത്ത് തെളിവൊന്നുമില്ല. നമ്മുടെ അടുത്ത് തെളിവുള്ളത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് മാധവി ഹെഡിങ് സെബി ആൻഡ് ഷി വാസ് ഹെഡിങ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ്സെൽഫ്. അപ്പോൾ അത് എത്രത്തോളം നിഷ്പക്ഷപരമായിരിക്കും? കാരണം ഇവിടെ വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ഹിൻഡൻബർഗ് പുറത്ത് ഇത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ മിസസ് മാധവി കുറിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ശരിക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ പേര് ഇതിൽ പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ശരിക്കും മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അതൊരു വലിയ ചോദ്യം. ഇത് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഒരുപാട് അഫക്ട് ചെയ്യും. ഇവിടെ റെഗുലേഷൻസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഫിനാൻസ് മിനിസ്ട്രി കുറച്ചതുകൊണ്ടും ഒരുപാട് ആൾക്കാർ അവരുടെ സെക്യൂരിറ്റീസിലും മ്യൂച്വൽ ഫണ്ട്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ യൂണിറ്റ് ലൈക്ക് അവർ മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. ഇപ്പൊ മാർക്കറ്റിൽ വരുന്ന ഓരോ ഫ്ലക്ച്വേഷനും ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും എഫക്ട് ചെയ്യും. ഇത് ഈ അഡാനിയെ പോലത്തുള്ള വലിയ ബില്യനേഴ്സിന് വലിയ കാര്യമാണ്, കാരണം അവർ കളിക്കുന്ന അവരുടെ പൈസ ഉണ്ട്. സാധാരണ ഇൻവെസ്റ്റേഴ്സ് they'll go broke, they'll go bankrupt. അതാണ് ഇഷ്യൂ. അപ്പോൾ ഇത് the issue is this conflict of interest and how it is going to affect the credibility of Indian capital market and its regulator. റൈറ്റ്. ഞാൻ അവിടെ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സെബി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? ക്വാസി ജുഡീഷ്യൽ ബോഡി. അതിൻ്റെ ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ക്യാബിനറ്റ് കമ്മിറ്റിയാണ്, അപ്പോയിൻമെന്റ്സ് കമ്മിറ്റിയാണ്.
DOPT, അതെ, Department of Personnel and Training, which is under PMO, അതെ, വിച്ച് ഇസ് അണ്ടർ PMO. അപ്പോൾ ഈ നിയമനം ഒരുപക്ഷെ വളരെ ഡെലിബറേറ്റ് ആവാം, വളരെ ഒരു എന്താ പറയുക, വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു സെലക്ഷൻ ആവാം മാധവി പുരി ബുച്ചിൻ്റെ സെബിയിലെ ആദ്യത്തെ ഹോൾ ടൈം മെമ്പറായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്, പിന്നീട് അവരെ സെബിയുടെ ചെയർപേഴ്സണാക്കിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്. ഇതൊക്കെ വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാകാം. ഇപ്പോഴത്തെ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ ഫണ്ട് വിദേശത്തുള്ള ഈ പറയുന്ന ടാക്സ് ഹെവൻസിലേക്ക്, അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ട്സിലേക്ക്, ഫണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് തിരിച്ച് റീറൂട്ട് ചെയ്ത് ഇന്ത്യൻ ഓഹരി വിപണികളിലേക്ക് കൊണ്ടുവരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഓഹരി വില ഊതി വീർപ്പിക്കുന്നു. ഈ ട്രാൻസാക്ഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ഉണ്ടാകുന്നുണ്ട്. ഈ പരാതികൾ അന്വേഷിക്കാനായിട്ട് വിശ്വസ്തരായ ആരെങ്കിലും അവിടെ വേണം എന്നുള്ളൊരു ഹൈപ്പവറിൻ്റെ തീരുമാനമാകാം ഒരുപക്ഷെ ഈ മാധവി പുരി ബുച്ചിൻ്റെ നിയമനം പോലും. അങ്ങനെ നമുക്ക് സംശയിക്കാം. ശരിക്കും സംശയിക്കാം. പക്ഷെ അത് ശരിക്കും പറയാൻ, ആസ് എ ജേർണലിസ്റ്റ് അത് ശരിക്കും പറയാനുള്ള തെളിവുകൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒരു സ്പെക്കുലേഷൻ ആയിട്ട് മാത്രമേ വയ്ക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഊഹിക്കുകയാണെങ്കിൽ നമുക്കിതും പറയാം, അനിൽ അഹൂജ ഇസ് വെരി ക്ലോസ് ടു ധവൽ ബുച്ച്. അത് ധവൽ ബുച്ചും മാധവി ബുച്ചും അംഗീകരിക്കുന്നവരുടെ സ്റ്റേറ്റ്മെന്റിൽ വളരെ ക്ലിയർ ആണ്. ദാറ്റ് പേഴ്സണൽ ഫ്രണ്ട്സ്. And the same person, Anil Ahuja, who was the chief investment advisor of the fund where they invested, he was the director of Adani Enterprises Limited for almost a decade, right? അപ്പോൾ അനിൽ അഹൂജ, സ്പെക്കുലേഷൻ ആണ്, എനിക്ക് തെളിവൊന്നുമില്ല, ഇത് സ്പെക്കുലേഷൻ ആണ്. ഇപ്പോൾ രാജീവ് പറഞ്ഞ പോലെ വേറെ ആംഗിളിൽ നിന്നൊരു സ്പെക്കുലേഷൻ ആണ്. അപ്പോൾ അനിൽ അഹൂജ അദാനിയോട് പറഞ്ഞു, ആൻഡ് എല്ലാവർക്കും അറിയാം അദാനി പേരെ മുടാനിയതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചതാവാനും മതി. പക്ഷെ അത് അതൊരു സ്പെക്കുലേഷൻ, തെളിവൊന്നുമില്ല. അപ്പൊ അങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാൻ. അല്ല, ഞാൻ ഈ സ്പെക്കുലേഷനെ കുറിച്ച് സംസാരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് നരേന്ദ്രമോദി എത്തുന്നത് അദാനി ഗ്രൂപ്പിന് എയർക്രാഫ്റ്റിലാണ്, പേഴ്സണൽ എയർക്രാഫ്റ്റിലാണ്. അതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന വിദേശ സന്ദർശനങ്ങളിലൊക്കെ ഗൗതം അദാനി ഒരു എന്താ പറയുക, ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായിരുന്നു. ഗവൺമെൻറ് ഏതൊക്കെ വിധത്തിലാണ് അദാനി ഗ്രൂപ്പിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അലിഗേഷൻസ് വേറെയുണ്ട്. ഇപ്പോൾ എയർപോർട്ടുകളുടെ കാര്യത്തിൽ അത് അലിഗേഷൻ മാത്രമല്ല, അതിൽ കുറേ സ്റ്റോറീസ് ഞാൻ തന്നെ അതെ. അപ്പോൾ അതിൽ ഞാനൊരു ഇത് പറയാം, ഇതിനെ ഇത്രയും എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2013 സെപ്റ്റംബറിൽ 2014 ഇലക്ഷൻ ജനറൽ ഇലക്ഷൻ വരുമ്പോൾ ആദ്യത്തെ ഒരു സർവേ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ആദ്യം നടന്നത് 2013 സെപ്റ്റംബറിലായിരുന്നു. ആ സമയത്ത് അദാനി ഗ്രൂപ്പിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $7.8 ബില്യൺ ആയിരുന്നു. 7.8 ബില്യൺ. ഓക്കെ, 2022 സെപ്റ്റംബറിൽ, 9 വർഷം കഴിഞ്ഞിട്ട് 2022 സെപ്റ്റംബറിൽ അദാനി ഗ്രൂപ്പിന്റെ ടോട്ടൽ മാർക്കറ്റൈസേഷൻ ഓൺ 30th September 2022 അദാനി ഗ്രൂപ്പിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $262 ബില്യൺ ആയിരുന്നു. മനസ്സിലായോ? 7.8 ബില്യൺ 9 കൊല്ലം കൊണ്ട് 255 ബില്യൺ കോയിൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ബിസിനസ്സിന് ഇത്രയും വലിയ മാജിക് മുമ്പ് കണ്ടിട്ടുണ്ടോ? അദാനി മാത്രമല്ല, നമ്മൾ മറ്റുള്ള കമ്പനീസിൽ ഇന്ത്യയിലെ ടോപ്പ് 500 കമ്പനീസിനെ നോക്കുമ്പോൾ of course it was high because that is how the business grows. Business every year it grows, right? അതുകൊണ്ടാണ് കമ്പനി സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോകും, right? 10%, 15% growth you can find. I mean, if you take CAGR, compound annual growth rate of all these companies over the last 9 years, 13-22 you might see anywhere between 15 to 20% growth, right? Probably 25, maximum 30, maximum 100.
പക്ഷേ 7.8 ബില്യൺ എന്ന 262 ബില്യൺ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ മാജിക് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഈ മാജിക് എനിക്കറിയാണെങ്കിൽ ഞാനാവുന്ന കമ്പനി പോകുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതവിടെ ഫാക്റ്റായിട്ടിരിക്കെ ഈ സെബിയിലേക്കുള്ള നിയമനങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി വേണം എന്ന് ഭരണകൂടം തീരുമാനിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. കാരണം സ്പെക്കുലേഷൻ ആണ്, പക്ഷെ ആ ചാൻസ് അവിടെ ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു സാധ്യത ഇല്ല എന്ന് പറയുന്നില്ല, തവനിക്ക് പറഞ്ഞു കിട്ടി. അതുകൊണ്ട് ഞാൻ വേറൊരു ആംഗിൾ തന്നത്. ഓക്കെ, ആ പ്രോബബിലിറ്റി ഇല്ല, പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ഉണ്ടായെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് സോ ദാറ്റ് പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് ദേർ. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ സെബിയോട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. 24 അലിഗേഷൻസിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ 22 പൂർത്തിയായി, 2 ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. ഇന്നലെ ഇപ്പോൾ 23 പൂർത്തിയായി. അതെ, ഇന്നലെ ഇപ്പോൾ അവരുടെ എക്സ്പ്ലെയിനർ അല്ല, ബാക്കിയായ 2 ഒരെണ്ണം കൂടെ തീർന്നു, ബാക്കി ഒരെണ്ണത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്ന് വിശദീകരിക്കുന്നു. അതുകൊണ്ട് സെബി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നാണ് സെബി ഒഫീഷ്യലി വിശദീകരിക്കുന്നത്. ഇനിയിപ്പോൾ എഗൻ ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ എവിടെയാണ് ഓപ്പൺ അപ്പ് ചെയ്യുക? അത് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞ് സെബി കാണിക്കുമോ? ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സുപ്രീം കോടതിയുടെ ഒരു കൺസേൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു തുടർചലനങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? സെബി അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഒരിക്കലും പുറത്തുവിടാറില്ല. ഒരെണ്ണത്തിനെ പുറത്തുവിടാറില്ല. അവരുടെ ബോർഡിലും ടീമിലായിട്ടുണ്ടോ അവരായിട്ടും അവർ ഡെലിബറേറ്റ് ചെയ്യും. അവരുടെ എത്തിക്കൽ കമ്മിറ്റി അവരുടെ ഡെലിബറേറ്റ് ചെയ്യും. എന്നിട്ട് അവർ എന്താ ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കും. അപ്പോൾ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഷോപ്പ് പോസ്റ്റ് നോട്ടീസ്. അതുകൊണ്ടാണ് പറഞ്ഞ 6 അദാനി കമ്പനീസിന് 7 ഷോപ്പ് പോസ്റ്റ് നോട്ടീസസ് പോയിട്ടുണ്ട് എന്നാണ് സെബി പറഞ്ഞില്ല എന്നാണ് അദാനി കമ്പനീസിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഫയലിംഗ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഫയലിംഗ് നോട്ടീസ് പറയണം. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ എത്രത്തോളം മുന്നോട്ട് പോകുന്നു നമ്മൾ കണ്ടതിനാണ്. സുപ്രീം കോടതിന്റെ അത് ഇറ്റ്സ് ഓവർ, ആ ചാപ്റ്റർ ക്ലോസ് ആയി, കേസ് കഴിഞ്ഞു. അത് ആദ്യം ഡിസ്മിസ് ചെയ്തപ്പോൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു, ലാസ്റ്റ് ഡിസ്മിസ് ചെയ്തു. സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല, തള്ളിയിട്ട് പറഞ്ഞു. അപ്പോൾ ലീഗലായിട്ടുള്ള ആ ഓപ്ഷൻ പോയി. തന്നെയാണ് ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് കണ്ടറിയാനാണ്. ദ ഓൺലി ഇഷ്യൂ ഇസ് മദറിപ്പുരി വെച്ച് സെബി ചെയർമാനായിട്ടിരിക്കുമ്പോൾ ഇത് ഇതുവരെ നടന്നതും ഇനി നടന്നതും എത്രത്തോളം നിഷ്പക്ഷമായിരിക്കും. സോ ഇറ്റ്സ് എ എത്തിക്കൽ ക്വസ്റ്റ്യൻ. എത്തിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു ലീഗൽ ക്വസ്റ്റ്യനുള്ളൊരു സാധ്യത കൂടി ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം സെബി നടത്തട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ആൾ, അല്ലെങ്കിൽ ആ അന്വേഷണ ഏജൻസി, അന്വേഷണം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലീഗൽ ക്വസ്റ്റ്യൻ വീണ്ടും റേസ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ ഇല്ലേ? അതിനെന്തൊരു പുതിയ സോട്ട് ഫയൽ ചെയ്യേണ്ടി വരും. അത് പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന അദാനി ഹിൻഡൻബർഗ് ഇഷ്യൂനായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഫയൽ ചെയ്യാണെങ്കിൽ അത് സെബിയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടാനും മാതൃക തലപ്പത്തിരുന്നിട്ട് ഈ അന്വേഷണം നടത്തിയത് ശരിയായില്ല, അപ്പോൾ അതുകൊണ്ട് പുനരന്വേഷണം വേണമെന്ന് വേണ്ട ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. ഈ 4 വർഷം കൊണ്ട് അന്വേഷിക്കില്ല, 2020 തുടങ്ങിയതാണ്, ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതൊരു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും ഒരു 4 വർഷം കൂടാണ് എനിക്ക് കൊടുക്കുന്നതല്ലേ ഇത് പണി ചെയ്യാൻ. അതാണ് എനിക്ക് വീണ്ടും 4 വർഷം കൂടെ സമയം കൊടുക്കുകയൊക്കെ ചെയ്യാം. So it's very it's a very tricky and weird situation. ഞാൻ എൻ്റെ കൺസേണോട് അഡ്വൈസ് ചെയ്യും ഈ സമയത്ത് ഓരോ യൂണിയനും മാറി നിൽക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ടീക്കെ, ബട്ട് നോർമലി യങ്സ്റ്റേഴ്സ് അധികം ഇതിനെ പറ്റി അറിയാത്തതുകൊണ്ട് അവർ ട്രേഡിംഗിൽ ഒരുപാട് പോകും. ട്രേഡിംഗ് അപ്പോൾ അതിനെല്ലാം പോയിട്ട് നമുക്ക് ജസ്റ്റ് വാച്ച് ആൻഡ് പ്ലേ. റൈറ്റ്. ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ വളരെ എന്താ പറയുക, വളരെ അതാര്യമായൊരു സിറ്റുവേഷൻ. അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല, അവരെടുക്കുന്ന നടപടികൾ എന്താണെന്ന് ആർക്കും അറിയില്ല. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ആളുടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംബന്ധിച്ചുള്ള അലിഗേഷൻസ് വരുന്നു. സുപ്രീം കോടതിയിലെ നിലവിലെ സിറ്റുവേഷനിൽ സുപ്രീം കോടതിയിൽ പ്രത്യേകിച്ച് നിയമ നടപടിക്കൊന്നുമുള്ള സ്കോപ്പില്ല, അല്ലെങ്കിൽ ഒരു പുതിയ നിയമ നടപടി ആരംഭിക്കേണ്ടത്. ഇവിടെ ഡെഫിനറ്റ്ലി ആക്ട് ചെയ്യേണ്ടത് ഒരു ഗവൺമെൻറ് ആണല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമോ ലാഭമോത്തിനോ ഒക്കെ സാധ്യതയുള്ള
ഒരു 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 സിസ്റ്റമാണ്. അതിൽ നമ്മൾ നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ പണമാണല്ലോ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ് ആണല്ലോ സത്യം പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഇതിങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം. അന്വേഷണത്തിൻ്റെ ആ ചുമതലപ്പെടുത്തിയ ആൾ അവരുടെ താല്പര്യങ്ങൾ ഇതിനെ ഹനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഗവൺമെൻറ് ഒരു റോളുണ്ടല്ലോ. അപ്പോൾ ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പനാമ പേപ്പേഴ്സ് പുറത്തേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ എന്ത് നടപടിയെടുത്തു എന്ന് നോക്കൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടു. റെസ്പോൺസിബിൾ ഗവൺമെൻറ്റ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാമോ? നമ്മൾ ഈ മോദി ഗവൺമെന്റിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അതിപ്പോ 2014 മുതൽ യൂണിയൻ ഗവൺമെന്റിൽ മോദി പ്രധാനമന്ത്രിയായ ശേഷം മാത്രമല്ല, 2001 മുതൽ മോദി മുഖ്യമന്ത്രിയാണ്, ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി. അപ്പം മുതലുള്ള ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കറപ്ഷൻ അലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ ഗുജറാത്തിൽ 2007 2012 ഇടയ്ക്കുള്ള 2014 ഇടയ്ക്കുള്ള CAG റിപ്പോർട്ട്സ് 15 വരെ ഉള്ള CAG റിപ്പോർട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഗുജറാത്ത് ഗവൺമെന്റ് നടത്തിയ ഫിനാൻഷ്യൽ ക്രമക്കേടുകളെ കുറിച്ചിട്ട് ഒരുപാട് ഉണ്ടാണ്. ഞാൻ ഇതിന്റെ പേര് എത്രയോ പ്രാവശ്യമാണ് ഗവൺമെന്റ് അഡാനി സപ്പോർട്ട് ചെയ്തതിന് എത്രയോ ഇതുണ്ട്. അഡാനി മാത്രമല്ല, ഇവർ ചാങ്ചുങ് ലിങ്കിന്റെ പേര് വരെ, ചാങ്ചുങ് ലിങ്ക് ഒരു കമ്പനിയുടെ പേര് വരെ CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2014 മുതൽ ഇഫ് യു ലുക്ക് അറ്റ് ഇന്ത്യൻ റൈറ്റ് വിംഗ് സോഷ്യൽ മീഡിയ ആൻഡ് BJP ലീഡർഷിപ്പ് ഇവർ പറയുന്നത് മോദി ഗവൺമെന്റ് കറപ്ഷൻ അലൗ ചെയ്യില്ല, അവരുടെ കീഴിൽ കറപ്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള. സത്യം അതല്ല. ഇത്രയും അഴിമതി നിറഞ്ഞ ഒരു ഭരണം വേറെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തൊക്കെ അലിഗേഷൻസ് വന്നു കഴിഞ്ഞാലും ഈ ട്രൈബൽ മീഡിയ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യില്ല. ഗവൺമെന്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള അലിഗേഷൻസ് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനും അതിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഓർഡർ ചെയ്യാത്ത ഒരേ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് മാത്രമേ. അപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അഡാനിയുടെ കൊണ്ട പ്രൊജക്ട് എയർപോർട്ട് പോയത്, എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്തത്, കുറെ പോർട്സിന്റെ അഡാനി ഹൗ ഹി അക്വയർഡ് ലോട്ട് ഓഫ് പോർട്സ്, ഹൈവേ കോൺട്രാക്ട്സ്, റഫാൽ ദ ബിഗസ്റ്റ് വൺ, ദ റഫാൽ ഡീൽ. ഇതൊക്കെ ഗവൺമെന്റ് നടത്തിയ അഴിമതികളാണ്. ഈ ഗവൺമെന്റ് സെൻട്രൽ ഏജൻസീസിനെ യൂസ് ചെയ്തിട്ട് ഒരു ബിസിനസിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അത് വേണ്ടപ്പെട്ട ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളുകൾ അതൊരു കറപ്ഷനാണ്. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷനും ഈ ഗവൺമെന്റ് ഇന്ന് വരെ ഓർഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഛായ നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഇമേജ് നിലനിർത്താൻ വേണ്ടിയിട്ട് I don't think Modi government will order any investigation into it. So what they should do is they should actually replace Madani with someone else with real credibility. ഇതുവരെ ഈ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഏത് പൊസിഷനിലായി കഴിഞ്ഞാലും റൈറ്റ് വിങ് ചായ്വില്ലാത്ത ഈ ഗവൺമെന്റായിട്ടും അവരുടെ ഐഡിയോളജിയുമായിട്ടും അവരുടെ ഐഡിയോളജിയും അവരുടെ ഗവൺമെന്റിനെയും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളെ വിവിധ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. റൈറ്റ്, ഒരു പൊസിഷനിൽ ഒറ്റ പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അതായത് ഇത് ഒരു വലിയ മഹാസീക്രട്ട് ഒന്നുമല്ല. റൈറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ ഇപ്പോ ഗവൺമെന്റ് മാധവീയമായിട്ടെന്നോ എന്നിട്ട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യുന്നു, അഥവാ അങ്ങനെ ഒരു പേഴ്സൺ 0.1% അഥവാ അങ്ങനെ ചെയ്യാമെന്നത് തന്നെ ഇനി വരുന്ന ആള് ഗവൺമെന്റിനോട് ചായവില്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് പ്രൊഫഷണൽ ആയിരിക്കുന്നോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. റൈറ്റ്. So I don't see credible action from this government on this front. റൈറ്റ്. അതാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പിൻ്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമുക്ക് വിലയിരുത്താവുന്ന കാര്യങ്ങൾ. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന്. കോടതി നിയമ നടപടികൾ പുതുതായിട്ട് ആരംഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഗവൺമെൻറ് എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്യുക? ഒരുപക്ഷെ റിയാക്ട് ചെയ്യാതെയേ ഇരിക്കാം. അതിനാണ് സാധ്യത കൂടുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം.
കൂടുതൽ ഇതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന മുറയ്ക്ക് കൂടുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള മുറയ്ക്ക് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് വരികയും ചെയ്യാം. താങ്ക് യു വെരി മച്ച് രവി നായർ ഡിസ്കഷൻ. താങ്ക് യു താങ്ക് യു വെരി മച്ച്.